CPM കായംകുളം ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് വനിതാ സംഗമം നടത്തി. സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ ഡോക്ടർ AG ഒലീന ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളത്ത് നടക്കുന്ന CPM ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി വനിതാ സംഗമം സംഘടിപ്പിച്ചു. SNDP യൂണിയൻ ഓഡിറ്റോറിയത്തിൽ നടന്ന വനിതാ സംഗമം സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ ഡോക്ടർ AG ഒലീന ഉദ്ഘാടനം ചെയ്തു. ഇത് കെട്ടുകാഴ്ചയുടെ കാലമാണ്. കാഴ്ചയുടെയും കെട്ടുകാഴ്ചയുടെയും കാലത്ത് കാഴ്ചപ്പാടിനൊരു പ്രസക്തിയില്ല. ഇപ്പം എന്തേ ഉള്ളൂ, കാഴ്ചകളും കെട്ടുകാഴ്ചകളും മാത്രമാകുമ്പോൾ കാഴ്ചപ്പാടിന് പ്രസക്തി ഇല്ലാതായാൽ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മൾ ഈ ചർച്ചകളുമൊക്കെ കഴിഞ്ഞ് ആശാവർക്കർമാർ കൂടിയിരുന്ന് അടുത്ത പരിപാടിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, ഹരിതകർമ്മസേന കൂടിയിരുന്ന് അടുത്ത പരിപാടിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഒന്നിച്ചു കൂടിയിരുന്ന് അടുത്ത പരിപാടിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ ചിന്തകളുടെ കൂർമ്മത നഷ്ടപ്പെടും, സൂക്ഷ്മത നഷ്ടപ്പെടും. ഇതാണ് സംഭവിക്കുക. അപ്പോൾ നമ്മൾ നാലാൾ കൂടിയിരുന്ന്, ഇവിടെ എത്ര ജനപ്രതിനിധികളുണ്ടാവും നിശ്ചയമായിട്ടും, ഈ ജനപ്രതിനിധികൾ കൂടിയിരുന്ന് അടുത്ത പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത് ജനക്ഷേമകരം ആവുന്നതോടൊപ്പം ആ പ്രദേശത്തെ സ്ത്രീപക്ഷപരം കൂടിയാവണം, ആ പ്രദേശത്തെ സ്ത്രീകൾക്ക് അനുകൂലം കൂടിയാകണം. എങ്ങനെ ചെയ്യാൻ പറ്റും? അത് എങ്ങനെ ചെയ്യാൻ പറ്റും? ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ, കേരളത്തിൻ്റെ തദ്ദേശ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഒരു പഠന കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ഒരു ഫെബ്രുവരി 1-2 തീയതികൾ കണ്ണൂർ വലിയൊരു മീറ്റിംഗ് നടക്കാൻ പോവുകയാണ്. നമ്മളൊക്കെ അതിനെക്കുറിച്ചുള്ള ചിന്ത നടത്തുമ്പോൾ അതിൻ്റെ കാര്യശേഷി വികസനത്തിന് ചെയർമാനാണ് ഞാൻ. അപ്പോൾ നമ്മളിത് കൂടിയിരുന്നു കൊണ്ട് ഈ വർത്തമാനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ കണ്ടെത്തിയത് നമ്മുടെ കാര്യശേഷിക്ക് കുറവ് സംഭവിക്കുന്നു. മലയാളിയുടെ കാര്യശേഷിക്ക് വല്ല കുറവുണ്ടോ? കാര്യശേഷിക്ക് ലോകത്തെ ഏത് സ്ത്രീയെക്കാളും മുമ്പിലാണ് കേരളത്തിലെ സ്ത്രീ. എനിക്ക് ഏറ്റവും ബഹുമാനമുണ്ട് ഡോക്ടർ എം ലീലാവതി. എൻ്റെ പഠിപ്പിച്ചിട്ടില്ലാത്ത അധ്യാപികയാണ്, ക്ലാസ് മുറിയിലല്ലാതെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുനാഥയാണ്. ടീച്ചർ തമ്മിൽ സംവാദമൊക്കെ ഉണ്ടാവും. അപ്പോൾ ടീച്ചർ എഴുതി വെച്ചു, ടീച്ചറുടെ ഒരു വലിയ പുസ്തകത്തിൻ്റെ ആദ്യത്തെ പേജിൽ തന്നെ ടീച്ചർ എഴുതി വെച്ചു, ഇന്ത്യൻ നവോത്ഥാനം, ലോക നവോത്ഥാനത്തോടൊപ്പം ഇന്ത്യൻ നവോത്ഥാനം, അതിനൊപ്പം കേരള നവോത്ഥാനം. അങ്ങനെ അതിൻ്റെ ഒപ്പമാണ് കേരളത്തിലെ സ്ത്രീകളുടെ മുന്നേറ്റം. ടീച്ചർ ഒരു വാചകം എഴുതിയുള്ളൂ. ഞാൻ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ ഈ വാചകം കുഴപ്പമൊന്നുമില്ല, ഒരു ഭാഗം ശരിയാണ്, മറുഭാഗത്ത് ലോകത്തെല്ലായിടത്തും നടന്ന നവോത്ഥാനം പോലെ. രസകരമാണെന്ന് പറഞ്ഞത് കൗതുകമാറുന്ന എന്നാൽ അല്പം വിഷമമുള്ളൊരു അനുഭവം തന്നെയായിരുന്നു. നിയമസഭാ സാമാജികയായിട്ട് ഡോക്ടർ മേരി പുന്നൻ ലോക്കോസ് വന്നതിൻ്റെ 100 വർഷം നിയമസഭ ആഘോഷിക്കുകയുണ്ടായി. 100 വർഷമായി ആദ്യത്തെ വനിതാ MLA നിയമസഭയ്ക്കകത്ത് കാലുകുത്തിയിട്ട്. അന്ന് നിക്കറിയ ഐക്യ കേരളം രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ശ്രീമൂലം പ്രജാസഭയുടെയൊക്കെ ഭാഗമായിട്ടിരുന്ന ആളാണ്. ആ കാലത്ത് അവർ ഡോക്ടറായിരുന്നു. ലണ്ടനിലൊക്കെ പോയി പഠിച്ചിട്ട് വന്ന കൊട്ടാരം വൈദ്യൻ്റെ മകളായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേക പരിഗണന കിട്ടി. ഇന്നത്തെ പോലെയുള്ള പരിഗണന അല്ല, അത് രാഷ്ട്രീയ പരിഗണനയല്ല. കൊട്ടാരം വൈദ്യൻ്റെ മകളായിരുന്നു, പ്രഗത്ഭയായ ഒരു വീട്ടിലെ ആളായിരുന്നു. പിന്നെ അവർക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ആദ്യത്തെ സിസേറിയൻ, റാന്തൽ വെളിച്ചത്തിൻ്റെ അകമ്പടിയോടുകൂടി ആദ്യത്തെ സിസേറിയൻ നടത്തിയ, തിരുവനന്തപുരം ആശുപത്രി സിസേറിയൻ നടത്തിയ ആൾ ഭയങ്കര സൂപ്പർ ലേഡിയാണ്. അപ്പം അവന് വന്നിട്ട് 100 വർഷമായി. അപ്പം ഞങ്ങളൊരു കണക്കെടുത്ത് പരിശോധിച്ചു. നിയമസഭയിൽ 2000-ലധികം അംഗങ്ങൾ പലപ്പോഴായി വന്നുപോയ കേരള നിയമസഭയിൽ 200-ൽ താഴെയാണ് സ്ത്രീകൾ ഇതുവരെ വന്നിട്ടുള്ളത്. ഇത്ര വർഷം, നിങ്ങൾ വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 1957 മുതൽ ഇങ്ങോട്ട് തന്നെ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇത്രയും നാളായിട്ട് വന്നത് 200-ൽ പരം സ്ത്രീകൾ എന്ന് പറയാൻ കാര്യം 200-ൽ തന്നെ വന്നത് ഒരാൾ തന്നെ 2 തവണയും 3 തവണയും വന്നേ കണക്ക് കൂട്ടിയാണ് ഞങ്ങൾ 200 ഒപ്പിച്ചത്. അപ്പം അതെല്ലാവർക്കും ഒരു വിഷമകരമായ ഒരു അറിവായിരുന്നു. പക്ഷെ എങ്കിലും ഇന്ന് നമ്മൾക്കറിയാം അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായി 50% സംവരണം ഒക്കെ നമ്മൾക്ക് തരുമ്പോഴും നിയമനിർമ്മാണ സഭയിലും ഒക്കെ തന്നെ പങ്കാളിത്തം സ്ത്രീകൾക്ക് വളരെ കുറവാണ്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് പുരുഷ മേധാവിത്വമൊന്നും ഇല്ല എന്നാണല്ലോ, അല്ലേ? എല്ലാവരും നമുക്ക് അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ എവിടേക്കോ ചില ചരടുകൾ ഇന്നുമുണ്ട്. സ്ത്രീകളുടെ കഴിവിൽ സ്ത്രീകൾക്ക് തന്നെ വിശ്വാസമില്ലാതിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ സമൂഹത്തിന് വിശ്വാസമില്ലാതിരിക്കുക, നമ്മളെപ്പോഴും പ്രൂവ് ചെയ്യേണ്ടി വരുന്നവരാണ്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത മുഖ്യപ്രഭാഷണം നടത്തി. ലീലാഭിലാഷ്, പ്രഭാമധു, നഗരസഭാ ചെയർപേഴ്സൺ P ശശികല, M ജനുഷ, അഡ്വക്കേറ്റ് വസന്തകുമാരി അമ്മ തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ് കായംകുളം.